കേരളത്തോട് കൊടിയ വിവേചനമാണ് തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഇന്നലെ ബജറ്റ് പ്രസംഗം നിരീക്ഷിച്ച ഓരോ മലയാളിയും അങ്ങേയറ്റത്തെ നിരാശയോടുകൂടിയാണ് ആ പ്രസംഗം പൂർണ്ണമായും കേട്ടത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തോട് അങ്ങേയറ്റത്തെ പകവീട്ടൽ, അത് കേന്ദ്ര ബജറ്റിൻ്റെ ചരിത്രം ഇന്നോളം എടുത്താൽ ഇന്നേ വരെ ഇത്രമാത്രം ഒരു അവഗണന നമുക്ക് നേടേണ്ടി വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ലോകത്തിലെ വലിയ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള വിവിധ മേഖലകളിൽ പുരോഗതി നേടിയിട്ടുള്ള ഒരിടമാണ്. അത്തരമൊരു സംസ്ഥാനത്തെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കാതെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം തങ്ങൾക്ക് ഒരു MLA പോലും ഇവിടെ ഇല്ല, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം സ്വീകരിച്ചത്. ഇവിടെ റെയിൽവേ കാര്യങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംസ്ഥാനമാണ്. ഇപ്പോൾ റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംസ്ഥാനം എന്ന നിലയിൽ അതിനാനുപാതികമായി, ഇനിയിപ്പോൾ ആനുപാതികമായല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള കാര്യങ്ങൾ തന്നെ റദ്ദ് ചെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏത് കാര്യത്തിലാണ്? ഇപ്പോൾ കേരളം എയിംസിൻ്റെ കാര്യം പരിശോധിച്ചാൽ ഇന്നലെ ഇപ്പോൾ ഏതൊരു BJP വക്താവ് ചാനൽ ചർച്ചയിൽ കൂടി വന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് എയിംസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എയിംസിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ആ കാര്യങ്ങൾ വിശദമായി പ്രതിപാദിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പച്ചക്കള്ളം പറയുകയാണ്. അപ്പോൾ എയിംസ് ഇവിടെ എന്ന ചോദ്യം നേരത്തെ ഉയർന്നു വന്നപ്പോൾ എയിംസ് വരും മക്കളെ എന്നായിരുന്നു കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ ആക്രോശം. കേന്ദ്രമന്ത്രി പറഞ്ഞ അയാളുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ എന്താ പറഞ്ഞത്? മറ്റേ മക്കളെയോ അല്ലേ, മറ്റേ മോനെ എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്ര BJP മറ്റേ മോന്മാരായി മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ഈ ബജറ്റെല്ലാം വന്ന സന്ദർഭത്തിൽ കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഈ മറ്റേ മോൻ എന്ന സ്ഥാനം അലങ്കാരമായി കൊണ്ടു നടക്കണോ എന്ന് സുരേഷ് ഗോപിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ ആലോചിക്കണം. നാണക്കേടാണ്. ഇതുപോലെയുള്ള കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് നാണക്കേടാണ്, ഈ രാജ്യത്തിന് നാണക്കേടാണ്. അപ്പോൾ കേരളത്തിന് വേണ്ടി എന്തോ വലിയ രൂപത്തിൽ ഞങ്ങളങ്ങ് ഉണ്ടാക്കും എന്നാണ് ഈ ജോർജ് കുര്യനും സുരേഷ് ഗോപിയുമെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരം നടന്നു. യഥാർത്ഥത്തിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം ഈ കേരളമാണ്. ഇപ്പോൾ 2 തവണ തുടർച്ചയായി 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു. ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു ഞങ്ങൾ ഘട്ടം ഘട്ടമായി അവരെ പരിഗണിക്കും എന്ന്. അപ്പോൾ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണറേറിയം കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് എന്താ കൊടുത്തത്? കേന്ദ്ര ഗവൺമെൻറ് ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, സമരപ്പന്തലിൽ പോയിട്ട് സുരേഷ് ഗോപി നൃത്തം ചെയ്യുന്നു. നിങ്ങളെല്ലാം ആ ദൃശ്യങ്ങൾ വലിയ രൂപത്തിൽ ആവേശത്തോടുകൂടി കാണിച്ച മാധ്യമപ്രവർത്തകരല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ എത്ര ആളുകൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ നേതാക്കളുടെ അടുത്തേക്ക് പോയിട്ട് കേന്ദ്ര ബജറ്റിനെക്കുറിച്ചുള്ള പ്രതികരണം എടുത്തിട്ടുണ്ട്? ആ SUCI നേതാവ് അവർക്കിപ്പോൾ എന്താ പറയാനുള്ളത്? അപ്പോൾ ആശമാരോട് പറഞ്ഞു പേടിക്കണ്ട, ബജറ്റ് വരട്ടെ, കേരളം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് 1 രൂപ കൂട്ടിക്കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖല നോക്കിക്കഴിഞ്ഞാലും കേരളത്തോടുള്ള അവഗണന, രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയോടുള്ള അവഗണന എല്ലാം ശക്തമായി തുടരുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. അപ്പുറത്തെന്താ നടക്കുന്നത്? ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് എത്രയാ നികുതി ഇളവ് കൊടുത്തത്? നേരത്തെ തന്നെ നികുതി ഇളവ് കൊടുത്തു. നികുതി ഇളവ് മാത്രമല്ല, ഈ കോർപ്പറേറ്റ് ഭീമന്മാർ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവരാണ്. ഒരുപാട് കേസുകൾ നോക്കി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളുകൾക്ക് പിന്നെ ഇന്ത്യയിൽ നിൽക്കേണ്ട, നേരെ വിദേശത്ത് പോയി ജീവിക്കാം. അതിനെല്ലാം ആവശ്യമായ എല്ലാ സൗകര്യവും കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണ്.
ഇപ്പോൾ പറയും നിങ്ങൾ ജയിലിൽ കിടക്കണ്ട, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാൽ തന്നെ എന്തെങ്കിലും പിഴയടച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. അപ്പോൾ ആശമാർക്ക് ഒരു രൂപ കുട്ടിക്കൊടുക്കാൻ തയ്യാറാവാത്തവർ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ഓൾട്ടർനേറ്റ് ടാക്സ് ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാൽ ജയിലിൽ കിടക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള ശിക്ഷാ ഇളവ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട എല്ലാം നിഷേധിച്ചു. റെയിൽവേ അവഗണനയാണ്, സമ്പൂർണ്ണ അവഗണനയാണ്. നമ്മൾ നേരത്തെ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. എന്നാൽ പിന്നെ പകരം ഒരു യാത്രാമാർഗം കേരളം ഒരു നഗരമായി, ഒറ്റ നഗരമായി മാറുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു ഒറ്റ നഗരമായി മാറുന്ന ഈ കേരളത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബന്ധിപ്പിക്കുന്ന ഒരു അർദ്ധ അതിവേഗ പാത, ഒരു സിൽവർ ലൈനിനെ കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തു. ഒന്നും മിണ്ടിയില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അതിനെക്കുറിച്ച് പറഞ്ഞോ? തമിഴ്നാടിനാവാം, മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുത്തല്ലോ. ഇപ്പോൾ കേരളത്തിൽ റെയിൽവേയെ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ പാത ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് കാണാൻ വേണ്ടി കഴിയും. എയിംസ് ഇല്ല. തൊഴിലുറപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ പണം നീക്കി വെച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ബജറ്റിൻ്റെ ഭാഗമായിട്ട് 1,00,000 കോടിയൊക്കെയാണ് ഈ റോബോട്ടിക് മേഖലക്കകത്ത് പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഇന്ത്യ ഈ ബജറ്റിനകത്ത് 2,000 കോടി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതിപ്പോൾ 1,000 കോടി വെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പോൾ 1,000 കോടി മാത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ വൻകിട മാറ്റങ്ങൾ ലോകത്തുണ്ടാവുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന രൂപത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിന് പകരം അങ്ങേയറ്റം പ്രാകൃതമായ അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോകാനുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പിന്തിരിപ്പൻ നീക്കം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ബജറ്റല്ല ഈ ബജറ്റ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നോക്കിയാൽ ഇപ്പോൾ എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ വർഷം നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് 2 കോടി ആളുകൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കും എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് അല്ല വേണ്ടത്. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടത് ഇൻറ്റേൺഷിപ്പല്ല, ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടത് സ്ഥിരം തൊഴിലാണ്. ആ സ്ഥിരം തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കം ഇവിടെ നടന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥിരം തൊഴിൽ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. അതിന് അനുസൃതമായിട്ടുള്ള ലേബർ കോഡുകൾ കൊണ്ടുവരികയാണ്. കരാർ അടിമകളെ മാത്രം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ സ്ഥിരം തൊഴിൽ പൂർണ്ണമായും ഇല്ലാതാവുന്നു. അപ്പോൾ അങ്ങേയറ്റം യുവജന വിരുദ്ധമാണ്, അങ്ങേയറ്റം ജനവിരുദ്ധമാണ്, കേരളത്തോടുള്ള കൊടിയ വിവേചനമാണ് കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം DYFI ഈ കേന്ദ്ര ബജറ്റിനെതിരായി സംഘടിപ്പിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.